ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ലിപ്സ്റ്റിക് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഞാൻ എല്ലാ മേക്കപ്പ് വീഡിയോസിലും യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ഇന്ന് ജെന്യൂൻ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൾസോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. ഐ മീൻ ഞാൻ മിക്സ് ആയിട്ടാണ് ഇടാറ്, ബട്ട് സ്റ്റിൽ ഞാൻ രണ്ടിൻ്റെയും സെപ്പറേറ്റ് റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആൻഡ് ഓൾസോ രണ്ടും മേബിലിൻ ന്യൂയോർക്കിൻ്റെ ബ്രാൻഡാണ്. മേബിലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റിംഗ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക്കാണ് രണ്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ആമസോണിയൻ ആണ്. 70 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. 70 ആമസോണിയൻ ആണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 700 റുപ്പീസാണ്. ഞാൻ പണ്ടേ മുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 5 ഇയറായി ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ സെയിം ഷെയ്ഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ എല്ലാ ടോണിനും എല്ലാ ടോണിനും ചേരുന്ന ഒരു മാച്ചായി പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനൊരു ബോട്ടിലാണ് വരുന്നത്. ആക്ച്വലി ഇത് എത്രയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്? ഇത് ആക്ച്വലി 5 ml ആണ് കേട്ടോ. 5 ml ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. ആൻഡ് ഓൾസോ 699 റുപ്പീസാണ് ഈ ഒരു ബോട്ടിലിന് വരുന്നത്. ആക്ച്വലി നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങുമ്പോൾ മാത്രമേ 699 കൊടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്താണ് ഞാൻ 699 ഒരിക്കൽ ഏതോ ഒരു സമയത്ത് മാത്രമേ ഞാൻ ഫുൾ റേറ്റ് കൊടുത്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ. ഇപ്പം ഞാൻ മെയിനായിട്ട് ഒന്നെങ്കിൽ നൈക്കയെന്നോ അല്ലെങ്കിൽ ആമസോണിന്നോ എവിടുന്നെങ്കിലും അല്ലെങ്കിൽ പേർപ്പിളിന്നോ അങ്ങനെ ഓഫർ വരുന്ന ഏത് സൈറ്റാണോ ആ സൈറ്റിൽ കയറിയിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങാറുള്ളത്. ഓക്കെ, അപ്പം ആ സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ 400-ന് കിട്ടാം, അല്ലെങ്കിൽ 499-ന് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാറുള്ളത്. ഓക്കെ, അപ്പം ഇത് വേർത്താണ്. ഈ ഒരു റേറ്റിന് ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് വേർത്താണ്. ഇതൊരു മാറ്റ് തന്നെയാണ്. നമുക്ക് കുറച്ച് വാട്ടർ പ്രൂഫാണ്, അങ്ങനെ ഫുൾ വാട്ടർ പ്രൂഫ് അല്ല. നമ്മൾ ഫുഡ് ഓയിലി ആയിട്ടുള്ള സംഭവങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ എന്തായാലും അത് റിമൂവായി പോകും. ഓക്കെ, അപ്പം ഞാനിപ്പം ഞാൻ ലിപ്പിലൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം ജെന്യുവനായിട്ട് ഈ ഒരു ലിപ് ഷെയ്ഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലിപ്പിലൊന്നും ഇടാണ്ടിരുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ലിപ്സ്റ്റിക്ക് കൂടുതലായിട്ട് ഇടുമ്പം വരുന്ന ഒരു ബ്ലാക്ക് സംഭവമാണിത് ആക്ച്വലി. എന്നാൽ പോലും എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസാണ്. ഞാൻ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും. കാരണം നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പിനേക്കാൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക നമുക്ക് ലിപ്സ്റ്റിക് ആണല്ലോ. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട ഒരു കോൺഫിഡൻ്റ് ആണ്. എവിടെ പോയാലും ഒരു കോൺഫിഡൻ്റ് ആണ്. അതെൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. അപ്പം പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ക്രേസായിട്ടുള്ള സംഭവം ലിപ്സ്റ്റിക് തന്നെയാണ്. ഞാൻ എപ്പോഴും ഇടും. ഞാൻ വീട്ടിൽ നിന്ന് പോലും ചില സമയത്ത് രാവിലെ എണീക്കുമ്പം എനിക്ക് എൻ്റെ ഫേസ് ഓക്കെ എല്ലാം തോന്നിയാൽ ഞാൻ ലിപ്സ്റ്റിക്ക് പോയിട്ട് ഇടും. അതിനൊക്കെ എന്നെ കുറേ വീട്ടിൽ നിന്നൊക്കെ എന്നെ കുറേ കളിയാക്കും. ഇതെന്താ രാവിലെ പല്ലേക്കാണ്ട് പോയി ലിപ്സ്റ്റിക് ഇട്ട് കിടക്കുന്നുള്ള രീതിയിൽ ഇപ്പോഴും എന്നെ കളിയാക്കും. ഓക്കെ, അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂ പറയാം. അപ്പോൾ ആമസോണിയൻ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാ ടോണിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂട്ടാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഓൾസോ ഞാൻ ഇത് മാത്രം ആണ് കുറേ കൊല്ലത്തോളം യൂസ് ചെയ്ത് പോയ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പം ഇതിൻ്റെ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 5 ml ഇങ്ങനൊരു സ്പൂലി ആയിട്ട് വരും. ഓക്കെ, ലിപ്സ്റ്റിക്കിൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, നല്ല ഷേപ്പിൽ അപ്ലൈ ചെയ്യാൻ അപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ന്യൂഡ് ലിപ്സ്റ്റിക്ക് വരുന്നത്. ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഇത്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഡയറക്റ്റ് എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് ആക്ച്വലി ഇട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് നിൽക്കുക.
നമ്മൾ ഓൾറെഡി മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ മേക്കപ്പിന് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മൾ ലാസ്റ്റ് ആണല്ലോ ലിപ്സ്റ്റിക്ക് ഇടുക, നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് എനിക്ക് ലാസ്റ്റാണ് ലിപ്സ്റ്റിക്ക് ഇടുക. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ആ ഒരു മേക്കപ്പ് ഒരു കംപ്ലീറ്റ് ആയ പോലെ എനിക്ക് തോന്നാറുണ്ട്. കണ്ടോ എൻ്റെ ഫേസിൽ വന്ന് ചേഞ്ച് കണ്ടോ? ഇതാണ് ന്യൂഡ് ലിപ്സ്റ്റിക്ക്. നമ്മൾ ക്യാമറയിൽ നോക്കുമ്പം ആക്ച്വലി ചില ആൾക്കാർ ലിപ്സ്റ്റിക്ക് ഇട്ടില്ല എന്നാണ് വിചാരിക്കുക. അത്രയും ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ആമസോണിയ എന്ന് പറയുന്നത്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ എനിക്ക് റെഡ് ലിപ്സ്റ്റിക്കിനോടാണ് കൂടുതലായിട്ട് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്കിലോട്ടേക്ക് മാറി. ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആക്ച്വലി അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതെന്തായാലും ട്രൈ ചെയ്യാം. കാരണം അത്രയും എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഇങ്ക് മാറ്റ് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ആമസോണിയൻ ആണ് ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് അടിപൊളി ലിപ്സ്റ്റിക്കാണ്, വേർത്താണ്. ചില ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ റേറ്റ് കൊടുത്ത് വാങ്ങിയാലും നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല, നമ്മളൊന്ന് സ്റ്റിക്കി ആയിരിക്കും. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മാറ്റായിട്ടിരിക്കും. നമ്മളെ ലിപ്പ് ഡ്രൈ ആയ പോലെ ഒന്നും തോന്നൂല. ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. ആൻഡ് ഓൾസോ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങുന്നതിനേക്കാളും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് കൂടുതലായിട്ടും അഫോർഡബിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് റിവ്യൂ പറയാന്നുള്ളത്. ഇനി ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വരുന്നത് 80 റൂളർ എന്ന് പറഞ്ഞ ലിപ്പ് ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതും മേബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെയാണ് ബ്രാൻഡ് വരുന്നത്. അപ്പം ഇതിനും എല്ലാത്തിനും സെയിം റേറ്റ് ആണ് വരുന്നത്. 699 തന്നെയാണ്. 5 ml തന്നെയാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും സെയിം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് സ്പൂളിൽ വരും. പക്ഷേ ഇതൊരു ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഒരു പിങ്ക് അല്ല, ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി എനിക്ക് ഡയറക്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ലിപ്പിലേക്ക് എനിക്ക് മാച്ചായി പോകുന്നില്ല വെച്ചാൽ എനിക്കിഷ്ടമല്ല. കാരണം ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്. ഇതിട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ ലിപ്പിൽ ഭയങ്കര ഓവറായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട പോലത്തെ ഫീല് തോന്നാറുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ചിലപ്പം കൂടുതലായിട്ട് ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ലൈറ്റിലിടുമ്പോൾ തന്നെ നല്ലോണം ചേരും. പക്ഷെ എൻ്റെ ഒരു ടോണിന് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് പേഴ്സണലി ലൈക്ക് ഇതിൻ്റെ ഒപ്പം ഇടുമ്പം ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതല്ലാണ്ട് ഇടുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടമല്ല. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ രണ്ടിനേക്കാളും ഏറ്റവും ഇഷ്ടം ആമസോണിയൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ കോംബോ എനിക്കിഷ്ടമാണ്. ഞാൻ ഈ ആമസോണിയൻ ഇട്ടതിന് ശേഷം ഇത് കുറച്ച് ലൈറ്റായിട്ടിടും. അന്നേരം ആ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കല്യാണ സമയത്ത് അങ്ങനെ ഇട്ടതും എന്നോട് പേഴ്സണലി കുറേ ആൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു 2 ലിപ്സ്റ്റിക്കിൻ്റെ കോംബോ ആണ് ഞാൻ കൂടുതലായിട്ടും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു ഷെയ്ഡ് വരുന്നത് ആക്ച്വലി കണ്ടോ, ഈ ഒരു കളറിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടോ കുറച്ച് ഡാർക്ക് പിങ്ക് ആണ്. അപ്പം ചില സ്കിൻ ടോണിൽ അത് ചേരൂല. അപ്പം എൻ്റെ സ്കിൻ ടോണിൽ എനിക്ക് ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടില്ല. പക്ഷേ ഇതിൻ്റെ മേലിലിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ആ ലിപ്സ്റ്റിക്കും ഈ ഒരു ലിപ്സ്റ്റിക്കും ആമസോണിയനും റൂളറും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഷെയ്ഡാണിത്. ആക്ച്വലി എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് സൂട്ടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് റൂളർ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് എനിക്ക് സെപ്പറേറ്റ് ഇടുന്നതിനേക്കാളും ഇഷ്ടം ആമസോണിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിടാനാണ് കേട്ടോ ഇഷ്ടം.
അപ്പം ഇതാണ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. കണ്ടോ? ഞാൻ കല്യാണ സമയത്ത് ഈ ഒരു 2 ഷെയ്ഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ കല്യാണ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടാം. കാരണം ഈ ഒരു ഫോണിൽ മിക്ക ഫോട്ടോസും എൻ്റെ ഇതില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, കണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണിത്. ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റായ പോലെ ഒരു എനിക്ക് തന്നെ പേഴ്സണലി ഒരു കംഫർട്ടബിൾ ആൻഡ് ഓൾസോ ഒരു കോൺഫിഡൻറ്റ് തോന്നും ഇങ്ങനെ ഇട്ടേന്ന്. അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് മെയിനായിട്ട് ഇടുന്ന കാരണം. എനിക്ക് ഭയങ്കരമായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ലിപ്സ്റ്റിക്ക് എനിക്ക് എന്താ പറയുക, എനിക്കൊരു കോൺഫിഡൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആണ്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് ഇട്ട് പോയാൽ എനിക്കൊരു കോൺഫിഡൻ്റ് ആണ്. അതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്തത്. ഓക്കെ, ജെന്യുവൻ ആയിട്ടാണ് ഞാൻ ഈ 2 ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അമസോണിയൻ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് അമസോൺ. പക്ഷേ ഈ ഒരു റൂളർ ഞാൻ എല്ലാവരോടും വാങ്ങാൻ പറയത്തില്ല. കാരണം ഇത് ആക്ച്വലി എല്ലാ ഷെയ്ഡിനോടും മാച്ചായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.